വയസ്സുള്ള ഒരു നടൻ ഇപ്പോഴത്തെ പിള്ളേരുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നതാണ് മമ്മൂക്കനെ കുറിച്ച് പലരും പറയാറുള്ളത്. പക്ഷേ അതല്ല റിയാലിറ്റി. ഇപ്പോഴത്തെ പിള്ളേര് 73 വയസ്സുള്ള ഈ മമ്മൂക്കയുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ പെടാപ്പാട് പെടുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ഏതായാലും അത്തരത്തിലുള്ള ഒരു നടന്റെ ഏറ്റവും പുതിയ സിനിമയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പേര് ടർബോ. സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. എഴുതിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ഛായാഗ്രാഹകനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് വിഷ്ണു ശർമ്മയാണ്. എഡിറ്ററായി വർക്ക് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ് ആണ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള അടിപൊളി ടെക്നീഷ്യൻസും വർക്ക് ചെയ്ത സിനിമയാണ് ടർബോ. പക്ഷേ സിനിമയുടെ പ്രതീക്ഷയ്ക്കുള്ള പ്രധാന കാരണം ഇതൊന്നും അല്ല. അത് തീർച്ചയായിട്ടും നായകനായ മമ്മൂക്കയും അതുപോലെ തന്നെ സിനിമ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിയുമാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. ഇതിനു മുൻപ് നിർമ്മിച്ച 4 സിനിമകളും മേക്കിംഗ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ജോണർ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അവർ എടുത്ത കോണ്ടന്റ് കൊണ്ടാണെങ്കിലും എല്ലാം ഭയങ്കര ഫ്രഷ്നെസ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും 5ാമത്തെ സിനിമ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കും ഒരു ശരാശരി നിലവാരമൊക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ തെറ്റില്ല. ഒരു ഹിറ്റ് പ്രതീക്ഷിച്ചാൽ പോലും തെറ്റില്ല. കാരണം അവർ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന വിശ്വാസ്യത എന്ന് പറയുന്ന സാധനം അത്രമാത്രം വലുതാണ്. സോ സിനിമ കണ്ട ഒരു ഇതിൽ പറയാം, അനുഭവത്തിൽ പറയാം, എനിക്ക് ഈ 5ാമത്തെ സിനിമയും എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്, എനിക്ക് വർക്ക് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പക്ക മാസ് എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഗണത്തിൽ പറയാൻ പറ്റുന്ന സിനിമയാണ് ടർബോ. ടർബോ ജോസിന്റെ കഥയാണ് പറയുന്നത്. ടർബോ ജോസ് ആയിട്ട് മമ്മൂക്കയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഇടുക്കിക്കാരൻ, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ, വല്ലപ്പോഴും ഒരു പള്ളി പെരുന്നാളിലൊക്കെ 1-2 തവണ തല്ലുണ്ടാക്കുന്ന ഒരു സാധാ മനുഷ്യൻ. ആ സാധാ മനുഷ്യൻ ചെന്നൈയിലെത്തുന്നതും അവിടെ അയാൾ നേരിടുന്ന പ്രശ്നങ്ങളും ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ അതിശക്തനായ ഒരു മനുഷ്യനായി മാറുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. ഒരു മാസ് മസാല സിനിമയ്ക്ക് പറ്റിയ എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. ഒരു ആക്ഷൻ മൂവിയാണ്, കോമഡി എന്റർടൈൻമെന്റ് ആണ്, അതുപോലെ തന്നെ ഫാമിലിക്ക് കാണാം, എല്ലാവർക്കും കാണാം. ഫാമിലിയുടെ കൂടെ പോയി കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് പറ്റിയ എല്ലാ ചേരുവകളും സിനിമയ്ക്കകത്തുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സിനിമയെ തോന്നിയിട്ടുള്ളത്. ടർബോ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം മമ്മൂക്ക അതൊക്കെ നന്നായി പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ടർബോ ജോസിനെ കുറിച്ചല്ല, അത് നമ്മുടെ വില്ലനായിട്ടുള്ള വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന് പറയുന്ന രാജ്ബി ഷെട്ടി ചെയ്ത കഥാപാത്രത്തെ കുറിച്ചാണ്. ഒരു നായകൻ ശക്തനാവണമെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ ശക്തനാവണം. ടർബോ എന്ന് പറയുന്ന സിനിമ അതിന് ഉദാഹരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നവരേക്കും മമ്മൂക്ക ചെയ്യുന്ന ജോസ് എന്ന് പറയുന്ന കഥാപാത്രം വളരെ വളരെ സാധാരണക്കാരനാണ്. അയാൾ ഭയങ്കര ശക്തനായിട്ടുള്ള നായകനൊന്നുമല്ല. പക്ഷെ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം ശക്തനാവുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വെട്രിവേൽ എന്ന് പറയുന്ന കഥാപാത്രം, വില്ലൻ കഥാപാത്രം, ആ കഥാപാത്രത്തിന്റെ ഘടന മാറുന്നതിനനുസരിച്ചാണ്. കാരണം വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന് പറയുന്ന കഥാപാത്രം എത്രമാത്രം സ്ട്രോങ് ആയി മാറുന്നു അത്രത്തോളം സ്ട്രോങ് ആയി മാറുകയാണ് നമ്മുടെ നായകനായിട്ടുള്ള ജോസ് എന്ന് പറയുന്ന കഥാപാത്രം. അതായത് എനിക്ക് ആ സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ള ബ്രില്യൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ഗ്രാഫ് ഉണ്ട്, നായകനും വില്ലനും കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് പക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെട്രിവേൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ തമിഴനാണ്, പക്ഷെ അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം, അയാൾക്ക് മലയാളം അറിയാം, അയാൾക്ക് ഏത് ഭാഷകൾ സംസാരിക്കാനും അറിയുന്ന ഒരു വില്ലനാണ്. ആ പാരാമീറ്റർ ഒക്കെ പക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വില്ലനായി വരുന്ന വെട്രിവേലിന്റെ സ്റ്റൈലാണെങ്കിലും സ്വാഗ് ആണെങ്കിലും കൺട്രോൾ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി മമ്മൂക്ക ആൻഡ് രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന കോംബോ അതൊരു ബ്ലാസ്റ്റ് കോംബോ തന്നെയാണ്. പിന്നെ അതിലെ സിനിമയ്ക്കകത്ത് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ബിന്ദു പണിക്കര്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള റോഷാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ് ബിന്ദു പണിക്കര് ഭയങ്കര ഇതുവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിച്ച് കണ്ടിട്ടുള്ളത്. ഏതാണ്ട് അതുപോലെ തന്നെ ഇത്തവണയും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ ബിന്ദു പണിക്കർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ വളരെ ഡിഫറെന്റ് ആയ രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് രൂപം കൊണ്ട് മാത്രമല്ല, അവരുടെ പെർഫോമൻസിൽ എല്ലാം മാറ്റം കാണാനുണ്ട്. ബിന്ദു പണിക്കർ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷനാണ് മമ്മൂട്ടി കമ്പനി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ തൊട്ട് മുൻപുള്ള കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ശബരീഷ് ഒരു കഥാപാത്രം ചെയ്തിരുന്നു. ആ കഥാപാത്രത്തിൽ നിന്ന് ഭയങ്കരമായി വ്യത്യാസപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഇത്തവണ ചെയ്തിട്ടുള്ള ജെറി എന്ന് പറയുന്ന കഥാപാത്രം ശബരീഷ് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നായികയായിട്ടുള്ള അഞ്ജന ജയപ്രകാശ് ഇതിനു മുൻപ് കാച്ചും അത്ഭുത വിളക്കും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നല്ല നായിക കഥാപാത്രം ചെയ്തിരുന്നു. നായിക പ്രാധാന്യമുള്ള സിനിമയായിരുന്നു. അതുപോലെ തന്നെയാണ് അഞ്ജന പ്രകാശ് ഇച്ചിരി ലേറ്റായി ഇൻഡസ്ട്രി വന്നാലും ഒരു കുഴപ്പമില്ല. കാരണം പുള്ളിക്കാരി ചെയ്യുന്ന കഥാപാത്രം പക്ക ആയിരിക്കും, പുള്ളിക്കാരി നന്നായി ചെയ്തിരിക്കും. അവർക്ക് പെർഫോം ചെയ്യാൻ മാത്രമുള്ള കഥാപാത്രം അവരെടുക്കുന്നുള്ളൂ. ഇതിനകത്ത് അഞ്ജന ചെയ്യുന്ന കഥാപാത്രം, നായിക കഥാപാത്രം വളരെയധികം പെർഫോം ചെയ്യാനുള്ള കഥാപാത്രമാണ്. സിനിമയ്ക്കകത്ത് അവർക്കൊരു
ഭയങ്കരമായ പ്രാധാന്യം തന്നെയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അഞ്ജന ജയപ്രകാശ് നല്ല കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇൻഡസ്ട്രിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ നടിമാരുടെ ലിസ്റ്റിലേക്ക് അഞ്ജന ജയപ്രകാശ് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നിരഞ്ജന അനൂപ് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഭയങ്കര മിതത്വം കീപ്പ് ചെയ്തിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അവരുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതിൽ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അഭിനയം കൊണ്ട് എല്ലാവരും മുന്നിട്ട് നിൽക്കുന്ന സിനിമ തന്നെയാണ്. പിന്നെ ഇത് ആക്ഷൻ മൂവി ആയതുകൊണ്ട് തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള ഫീനിക്സ് പ്രഭുവിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതാണ്. പുള്ളിയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പരിമിതികളുണ്ട്, നമ്മൾ ആർട്ടിസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ പരിമിതികളുണ്ട്. പക്ഷെ അതിനെല്ലാം ബാലൻസ് ചെയ്ത് സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ഒരു 5-10 മിനിറ്റ് ആക്ഷൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ആ ഒരു പരിമിതികളൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നമ്മൾ ആ ആക്ഷൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പുള്ളിക്ക് നന്നായിട്ട് കഴിയുന്നുണ്ട്. സോ ഫീനിക്സ് പ്രഭുവിന്റെ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി എനിക്ക് വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ DOP വിഷ്ണു ശർമ്മ, പുള്ളി യൂസ് ചെയ്തിരിക്കുന്ന കളർ പാലറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വർക്കായിട്ടുണ്ട്. മാത്രമല്ല DA ഒക്കെ പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിങ്ങിനെ കുറിച്ചാണെങ്കിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ആവശ്യമായതെന്തോ അത് കൊടുക്കാൻ ഷമീർ മുഹമ്മദിന് അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ വൈശാഖിനെ കുറിച്ച് പറഞ്ഞാൽ മധുരരാജയ്ക്ക് ശേഷമാണ് വൈശാഖും മമ്മൂക്കയും ഒന്നിക്കുന്നത്. പുള്ളിക്ക് മാസ് മൂവി, മാസ് എന്റർടൈൻമെന്റ് ഒക്കെ എടുത്ത് നല്ല ശീലമാണ്. പുള്ളിക്ക് അറിയാം, ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് തന്നെ മൂവ് ചെയ്യാൻ പുള്ളിക്ക് അറിയാം. സോ പുള്ളിയുടെ കൈകളിൽ സിനിമ സുരക്ഷിതമാണ്. സോ അങ്ങനെ എല്ലാ തരത്തിലെടുത്ത് നോക്കുകയാണെങ്കിലും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓക്കെയാണ്. എനിക്ക് സിനിമ വർക്കായിട്ടുണ്ട്. ഒരു പക്ക മാസ് എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക് ഈ സിനിമയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു വൈബിൽ നിങ്ങൾ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ടർബോ.